അത് നമ്മളെ വാർത്താ മാർക്കറ്റും പരിപാടിക്ക് പോയപ്പോഴേ നമ്മളെ റഷീദൊക്കെ പറഞ്ഞല്ല കോഴികൾക്ക് പുസുക്കൾ ഉണ്ടാക്കി കൊടുക്കാന്ന്. അപ്പൊ അത് കേട്ടപ്പോ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. എനിക്ക് അറിയില്ല അത് എങ്ങനെ ഉണ്ടാക്കാന്നൊന്നും. അതൊക്കെ കാക്ക എനിക്ക് സെറ്റ് ചെയ്ത് തന്നിക്കണത്. അപ്പൊ പുസ്തകം വരുന്നുണ്ട്. അതാ അതൊക്കെ ഉണ്ട്. ഗ്രൂപ്പുകളിൽ ചെന്നിട്ടല്ല നമുക്ക് എല്ലാ മരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നോട് കാക്ക പറയാറുണ്ട് ഇങ്ങനെ പുസ്തകം ഉണ്ടാക്കാന്ന്. അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഉണ്ടാവും എന്നുള്ളത്. പിന്നെ റഷീദ് ഖാന്റെ വാക്ക് കേട്ടപ്പോഴേക്കോ മനസ്സിലായത്. സംഗമത്തിന് പറയും കോഴിഭ്രാന്ത് ചെടി ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞ് പരീക്ഷ നോക്കാണ്. തീരെ ചെലവ് എങ്ങനെ കുറക്കാൻ പറ്റുമോ അതാണ് ഇപ്പൊ എന്റെ നോട്ടം. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന എല്ലാ വരുമാനത്തിനും എന്താ കിട്ടുന്നത് അതൊക്കെ ചെയ്യാം. കോഴിയാണ്, കോഴിന്റെ മുട്ടേന്ന്. പിന്നെ കുറച്ച് തേങ്ങ 10 തെങ്ങല്ലേ ഉള്ളൂ ഇതില്. ഞാൻ നല്ല കോഴിക്കാട്ടോട്ട് ഞാൻ പ്രാവശ്യം 20,000 തേങ്ങ കോഴിക്കാട്ടെടുത്ത് നല്ല നനച്ചോണ്ട് 20,000 കിട്ടിയില്ല. അരക്കാനും കൂടി കിട്ടും. പിന്നെ ഞങ്ങൾ അരക്കലും ആട്ടലും ഒക്കെ അതിന് പുറമെ കഴിയുന്നുണ്ട്. 20,000 തേങ്ങ വിറ്റും ചെയ്ത്. ആകെ 10 തെങ്ങ്. അതിൽ ഒരു തെങ്ങ് കുറച്ചുണ്ടാവുള്ളൂ. ബാക്കി നല്ല തേങ്ങ, നല്ല വള്ളമാണ്. നമുക്ക് നല്ല നനച്ചു കൊടുക്കാന്. അതൊക്കെ ഒരാൾ നനച്ചാൽ പറ്റൂല, ഞാൻ തന്നെ നനക്കണം. എന്നാലേ നനഞ്ഞിക്കൊന്ന് തോന്നുള്ളൂ. കോഴി വളർത്തി തുടങ്ങിയ 23ാമത്തെ കൊല്ലം. 23 കൊല്ലം കഴിഞ്ഞില്ല. കോഴിക്കൊക്കെ കഷായം വെച്ച് കൊടുക്കാം. കഷായം ഉണ്ടാക്കലുണ്ട്. കഷായം ഉണ്ടാക്കാം. കോഴിക്കൊക്കെ ഇല കൊടുക്കാൻ വായ ഇലയും വെട്ടിട്ട് കൊടുക്കും. ഉണ്ണിത്തണ്ട് വേറെയും കൊടുക്കും. ഉണ്ണിത്തണ്ടും തണ്ടും എല്ലാം കൊടുക്കും. അപ്പൊ പൊളിച്ചതൊന്നുമില്ല, പറഞ്ഞു അത്താണ് മുറിച്ചുകാണാൻ കൊണ്ടിട്ട് കൊടുക്കാം. അങ്ങനല്ലേ ഉണ്ടാക്കിയത്. അതിന്റെ ഇടയ്ക്ക് കൊല കിട്ടി അതും കിട്ടും. നമുക്കൊന്നും ചോദിച്ചാലോ.